ജോലി തട്ടിപ്പിന്റെ പേരിൽ പണം വാങ്ങുന്നതിനായി തിരുവനന്തപുരം പട്ടത്തെ PSC ഓഫീസിനെ പോലും ഈ റാക്കറ്റ് മറയാക്കി. ഉദ്യോഗാർത്ഥികളെ PSC ഓഫീസിലെ ജീവനക്കാരൻ എന്ന പേരിൽ ഫോണിൽ ബന്ധപ്പെടുന്ന അഗസ്റ്റിൻ എന്നയാൾ ഇടുക്കി സ്വദേശിയായ ഒരു ഉദ്യോഗാർത്ഥിയെ തിരുവനന്തപുരത്തെ PSC ഓഫീസിലേക്കും വിളിച്ചു വരുത്തി. ആ ഉദ്യോഗാർത്ഥിയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെ: ഈ ജോലി തട്ടിപ്പിനിരയായ ഏലപ്പാറ സ്വദേശിയായ ചേട്ടന്റെ മകനാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹമാണ് ഈ PSCയുടെ പേരിൽ നടന്ന തട്ടിപ്പിനിരയായത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് നിങ്ങൾ ഇരയായത്? അച്ഛൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിൻ്റെ മേട്ടവണ്ടത്ത്. അപ്പൊ എന്നെ ഒരു ദിവസം വിളിച്ചു, രാജേഷിനെ വിളിച്ചു, നീ തിരുവനന്തപുരത്ത് നിന്ന് വരണം, നമുക്ക് ഡയറക്റ്റ് സംസാരിച്ച് നമുക്ക് വേണ്ട രീതി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അകത്ത്. അപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ ബസ് കയറി ചെല്ലുകയും അപ്പൊ എന്നെ പിക്ക് ചെയ്തൊക്കെ രാജേഷാണ്. അപ്പൊ പട്ടം PSC ഓഫീസിൽ ചെന്നെ നിർത്തി. കാരണത്ത് ഞാൻ രാജേഷിനെ നിൽക്കുക. അങ്ങനെ അപ്പൊ അവിടെ നിന്നാണ് ഈ ഭുവനേന്ദ്രനും കുറുപ്പ് പിന്നെ വേറെ രണ്ട് സാറന്മാര് വണിക്കാൻ വന്നത്. അല്ല, ഭുവനേന്ദ്രനും വേറൊരു കുറുപ്പ് എന്നൊരു വേറെ പുള്ളിയുണ്ട്. അങ്ങനെ മൊത്തം മൂന്ന് പേര്, വേറൊരു പുള്ളി പേര് അറിയത്തില്ല. PSC ഓഫീസിനകത്ത് ഇറങ്ങി വരുന്നത്. ടാഗ് ഉണ്ട്, ഇൻഷർട്ടാക്ക് ചെയ്ത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കായിട്ട് ഇറങ്ങി വന്നവര് വന്നു. അടുത്ത കാരണത്ത് കയറി. അപ്പൊ ഇവിടെ ക്യാമറ ചുറ്റും ക്യാമറ ഉണ്ട്. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് മാറാം എന്ന രീതിയിൽ സംസാരിച്ചായ്മേ. അപ്പൊ രാജേഷ് നോക്കി ഇവിടുന്ന് മാറിയേക്കാൻ പറ്റില്ല, കാണുന്നില്ല. പൈസ കൊടുത്താള് ഈ പുള്ളിയാണ് മെയിൻ ഇടനിലക്കാരനത്, രാജേഷ്. പുള്ളി പറഞ്ഞു ഇവിടുന്ന് മാറാന്ന് പറഞ്ഞു. ഇവിടുന്ന് മാറി ഒരു ആളിനെല്ലാ സ്ഥലത്ത് കൊണ്ട് വണ്ടി കൊണ്ട് നിർത്തി ഒരു വണ്ടിക്ക് നിറക്കുന്നില്ല. അപ്പൊ ഞാൻ ക്യാമറ റെക്കോർഡ്, എന്റെ ഫോണിൽ ക്യാമറ റെക്കോർഡായിരുന്നു. അപ്പൊ പറഞ്ഞു ക്യാമറ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ്, തട്ടിപ്പൊന്നുമല്ല ഒറിജിനലാന്ന് പറഞ്ഞു. എന്ന് വിശ്വസിച്ച് ഞാൻ ക്യാമറ ഓഫാക്കി ഇരിക്കുമായിരുന്നു. അപ്പൊ ഒരു പേപ്പർ എന്നെ കൊണ്ട് തന്നു, എന്റെ അഡ്വാൻസ് മെമ്മോറിയൽ ഒരു പേപ്പർ എന്നെ കൊണ്ട് തന്നു. പറഞ്ഞു ഇതിൽ സിഗ്നേച്ചർ ഇടാൻ പറഞ്ഞു, ഒപ്പിടാൻ പറഞ്ഞു. അടുത്ത് നമ്മൾ തന്നെ ചോദിച്ചു, നീ ഒപ്പിട്, ബാക്കി വിശദത്തിൽ പിന്നെ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഒപ്പിട്ട് അവർ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറണം. അത് ഉച്ച സമയത്ത് ലഞ്ച് കണ്ട് ഇറങ്ങിയ സമയം ടൈം അവർക്ക്. ശരി, ആയിക്കോട്ടെ എന്ന് ഒപ്പിട്ട് കൊടുത്തു. എൻ്റെ ആധാർ കാർഡിന്റെ കോപ്പി വാങ്ങിച്ചു, പിന്നെ പഠിച്ചതിൻ്റെയും സർട്ടിഫിക്കറ്റ് കോപ്പി വാങ്ങിച്ചിരുന്നു. എല്ലാം മേടിച്ച് ഇനി വിളിക്കും, അപ്പൊ നീ തിരുവനന്തപുരത്ത് വരണം, അപ്പൊ നിനക്ക് എക്സാം കാണുന്നു പറഞ്ഞ അടുത്ത്. അപ്പൊ എൻ്റെ പറഞ്ഞ് 1 മാസം കഴിഞ്ഞ് വരണം, അപ്പൊ നിനക്ക് എക്സാം ഡേറ്റ് പ്രഖ്യാപിക്കുന്നു പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞ് ഞങ്ങളന്ന് കൈ കൊടുത്ത് പിരിഞ്ഞു, എല്ലാവരും കൈ കൊടുത്ത് പിരിഞ്ഞു. ഞാൻ ബസ് എത്തിച്ച് പോരും ചെയ്തു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ ഇന്നലെ ഭുവനേന്ദ്രൻ എന്നെ വിളിക്കുന്നു. ആ വ്യക്തി തന്നെ എന്നെ അഗസ്റ്റിൻ. ഈ ഇടക്കാലം കൊണ്ടാണ് ഭുവനേന്ദ്രൻ പേരാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഞങ്ങളടുത്ത് പറഞ്ഞു, അഗസ്റ്റിൻ ഒരു വ്യക്തി പറഞ്ഞു അടുത്ത 1 മാസം കഴിഞ്ഞ് വിളിക്കും, അപ്പൊ എക്സാം വരണമെന്ന് പറഞ്ഞു അടുത്ത്. ശരി ആയിക്കോട്ടെ സാറേ എന്ന് ഫോൺ കട്ടാക്കി. അപ്പൊ 1 മാസം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലാൻ വേണ്ടി ഇറങ്ങാൻ തന്നെ വിളിച്ചു പറഞ്ഞു, നീ വരണ്ട, ഞാൻ എക്സാം വേറെ കൊണ്ട് എഴുതിപ്പിക്കാം, നീ വരണ്ട, നിന്നെ പോലെ ഒരാൾ വെച്ച് ശരീരം പ്രകടിച്ച് എക്സാം എഴുതുന്നുണ്ട്. എക്സാം നടക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു എക്സാം ഇല്ല. തട്ടിപ്പോണ്ട് എക്സാം എനിക്കവിടെ ഇല്ല. അപ്പൊ വിളിച്ചു പറഞ്ഞു, നീ വരണ്ട, നിന്റെ സെയിം ശരീരപ്രകൃതിച്ചുള്ള എക്സാം എഴുതുന്നുണ്ട്. ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് എനിക്കൊരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ അഡ്വാൻസ് മെമ്മോ ഇറങ്ങിയിട്ടുണ്ട്, നീ എക്സാം പാസ്സായിട്ടുണ്ട്. അപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ ഇതൊക്കെ അയച്ചെന്ന്, ഇത്രയൊന്നും റാങ്ക് ലിസ്റ്റില്ല എന്ന് പറഞ്ഞ് അയച്ചു തന്നു എനിക്ക്. ശരി ആയിക്കോട്ടെ സാർ. അപ്പൊ രാജ് എനിക്ക് അയച്ചിരുന്നത്, ഈ അഡ്വാൻസ് മെമ്മോ രാജ് എനിക്ക് അയച്ചിരുന്നത് ഒറിജിനൽ തന്നെ, ഗവൺമെന്റ് സീലും വെച്ച് എല്ലാം ഗവൺമെന്റ് തന്നെ അതിനകത്ത്. അപ്പൊ നമ്മൾ തട്ടിപ്പോ നമ്മൾ അതിനകത്ത് അറിയുന്നില്ല. ശരി, എൻ്റെ സിഗ്നേച്ചർ ഉണ്ട്, ഒരു സ്റ്റാഫിന്റെ സിഗ്നേച്ചർ ഉണ്ട് അതിനകത്ത്. ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പോൾ എപ്പോഴും ജോലി കയറുന്നത് ചോദിച്ചു ഞാൻ. അപ്പോൾ ജോലി കയറുന്നത് കാലാവധി 2 മാസം അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അഡ്വാൻസ് വേണ്ടി പെട്ടെന്ന് ജോലി കയറാലോ. അപ്പൊ 2 മാസം ഡിലേ ഞാൻ ചോദിച്ചു അതിനകത്ത്. അപ്പൊ പറഞ്ഞു വേറൊരാള് എന്റെ സ്ഥലത്ത് വേറൊരു ജോലി ചെയ്യുന്നേ, പുള്ളി ട്രാൻസ്ഫറാ. അപ്പൊ അവിടെ നിന്ന് പുള്ളി പോയിട്ട് എനിക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. ആയമേനെന്ന് പറഞ്ഞ എന്റെ ജോലി ചെറുതോണിയിലാന്ന് പറഞ്ഞു, അല്ല തിരുവനന്തപുരത്താന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് പിന്നെ ചെറുതോണിയാന്ന് പറഞ്ഞു, ചെറുതോണി പിന്നെ തൊടുപുഴയെന്ന് പറഞ്ഞു, തൊടുപുഴന്ന് പിന്നെ കട്ടപ്പനയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം കറങ്ങി ഇങ്ങനെ 1 വർഷം കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ നാളെ ജോലിക്ക് ഇറങ്ങി തലേദിവസം വിളിച്ച് പറയും അഖിലേ ഇന്ന് വേണ്ട, ഡേറ്റ് മാറ്റി. അങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഈ 1.5 വർഷത്തോളം ഇട്ട് വലിപ്പിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് 12-ാം തീയതി ശ്രീധര ഗസറ്റ് വരുന്നതിൻ്റെ അകത്ത്. അപ്പൊ എന്റെ ചേച്ചി നിന്നിട്ടാണ് നിൽക്കുന്നത് മെയിനാൻ്റെ അകത്ത്. ചേച്ചിക്ക് ഞങ്ങൾ പോയപ്പോഴാണ് സംഭവം അറിയുന്നത്, തട്ടിപ്പ് വലിയൊരു മാഫിയ എന്നാണ് പറയുന്നത്. ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞത് സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഈ സ്പെഷ്യൽ കാറ്റഗറി നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒരാൾക്ക് അതിനകത്ത് കയറ്റാം, ഒരു സ്റ്റാഫിന്റെ ഇൻഡിവിജ്വൽ ഫാമിലി ആയിട്ട് നമുക്ക് ഒരാൾ കയറ്റാം, വ്യക്തിപരമായിട്ട് കയറ്റുന്നതാണ്. അങ്ങനെ ഒരു കാറ്റഗറി കൊണ്ട് കയറ്റിയാണ് ഇതിൻ്റെ അകത്ത്. കണ്ടിട്ടുണ്ട്. ഒന്ന് കുട്ടിക്കാനത്ത് വെച്ച്, ഒന്ന് ഏലപ്പാറ വെച്ച്, ഒന്ന് കട്ടപ്പന മെയിൻ ടൗണിൽ, കട്ടപ്പന PSC ഓഫീസിന്റെ മെയിൻ ഫ്രണ്ട് വെച്ച് കണ്ടിട്ടുണ്ട്. അന്ന് അതിൽ ഫയൽ എല്ലാം ഉണ്ട്, സർക്കാരിന്റെ ഫയല് ഡോക്യുമെന്റ് എല്ലാം ഉണ്ട് അതിൽ. ഈ ഗവൺമെന്റ് എംപ്ലോയി വെച്ച് നമുക്ക് വന്നിട്ടുള്ള വിശ്വാസമായി. ഒറിജിനൽ തന്നെയാണ്, അതല്ലേ നമ്മള് പറ്റിപ്പോ ഇപ്പൊ വേണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പൊ ഇത്ര രൂപ പോയിട്ട് 7 പേര് വരും. എന്നെ ചേർക്കാതെ 6 പേര് പുറകെ ഉണ്ട്.
ഞാൻ 7ാമത്തെ ആള്. ഒരുപാട് പേരുണ്ടാകാം. ഒരേ കുറവ് ഇഷ്ടംപോലെ ഉണ്ട്. തിരുവനന്തപുരത്ത് പോയപ്പോൾ എല്ലാവരും കരയുക നമുക്ക് വന്നെടുത്ത് ഈ രാശി കാരണം കൊണ്ട്. രാജേഷ് എവിടെയും ഇല്ല, അറിയില്ല, ഫോൺ സ്വിച്ച് ഓഫാ. അതുകൊണ്ടാണ് വാഗമൺ സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കുന്നത്. ഈ തട്ടിപ്പിലെ മുഖ്യകണ്ണി രാജേഷിനൊപ്പം PSC ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ഈ ഇടപാടുകാരെയെല്ലാം ബന്ധപ്പെടുന്ന അഗസ്റ്റിൻ അഥവാ ഭുവനചന്ദ്രൻ യഥാർത്ഥത്തിൽ PSC ഉദ്യോഗസ്ഥനാണോ? സമഗ്രമായ അന്വേഷണമാണ് ഇവിടെ ആവശ്യം. ക്യാമറമാൻ നിഖിൽ ജോസഫിനും ഉനൈസിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.